എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? ഇതാ, എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? സംശയമോ? ഞാൻ പോയിട്ട് 1 മണിക്കൂറല്ലേ ആയുള്ളൂ, അതിനുള്ളിൽ ഇത്രയും സമ്പാദിച്ചെന്നോർത്തോ? കൊള്ളാം, ഇതുപോലെ എനിക്ക് തരാനേ നമ്മുടെ നാട്ടിലാളില്ല. പെട്ടെന്ന് 2000 രൂപ എവിടുന്ന് കിട്ടി? പരിചയക്കാരോട് വാങ്ങിച്ചു. പരിചയക്കാരെന്ന് വെച്ചാൽ? സത്യവതി എന്നൊരു പെണ്ണ, അല്ല ഒരു സ്ത്രീ. എന്റെ പഴയ തൊഴിലിൽ എനിക്ക് സീനിയറാ. വളരെ പേര് കേട്ടവരാ. അത് കണ്ടപ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു നല്ല കാര്യത്തിനാണെന്ന് പറഞ്ഞ ഉടനെ എടുത്തു തന്നു പുണ്യവതി. ഇപ്പൊ സത്യവതി എന്ന് പറഞ്ഞു, പിന്നെ പുണ്യവതി ആരാ? ഓ, സത്യവതി എന്ന് പേരുള്ള മഹാമനസ്കയായ പുണ്യവതി. മനസ്സിലായോ? ഓ, മനസ്സിലായി. ഇതാ, അന്ന് പട്ടിയെ വിറ്റ കാശ് കുരച്ചു. ഇത് ശരീരം വിറ്റ കാശ്. ഇതെന്ത് ചെയ്യുമോ ആവോ? ഇതാ, കയ്യിൽ വെച്ച് നോക്കൂ. എന്ത് കേൾക്കുന്നു? എന്റെ അമ്മോ, ഇന്ത്യയിലുള്ള സർവ്വ ഭാഷയും കേൾക്കുന്നു. നിങ്ങൾ എത്ര സുന്ദരനാണെന്ന് അറിയാമോ? ഞാൻ എപ്പോഴും കണ്ണാടി കാണുന്നതല്ലേ. കൊതിയോ? എന്നാൽ ഇതൊന്ന് അലച്ചുവിട്ടെ. അയ്യോ, ഇതെന്താ ഇങ്ങനെ അലവലാതിയായിട്ട് കിടന്നെങ്കിലേ എന്റെ മുഖത്തിന് പവറുണ്ട്. ആദ്യമായിട്ട് ജോലിക്ക് പോവുകയല്ലേ? ജോലിക്ക് പോകുന്ന ഭർത്താവിനെ ഇങ്ങനൊക്കെ അയക്കണമെന്ന് നീ എവിടെ പഠിച്ചു? അയൽവക്കത്തുള്ള സ്ത്രീകൾ ചെയ്യുന്നതെല്ലാം ഞാൻ എത്ര ദിവസം നോക്കി നിന്നിട്ടുണ്ടെന്നറിയാമോ? ജോലി കഴിഞ്ഞിട്ടേ നേരത്തെ വീട്ടിൽ വരണം കേട്ടോ. താൻ എന്താണ് ഇങ്ങനെ വിളിച്ചു നിൽക്കുന്നത്? സാർ, എനിക്ക് വേണ്ടി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. നല്ല സ്ഥലം ഞാൻ കാണിച്ചു തരാം. താൻ എന്താണ് ഈ പറയുന്നത്? ഇപ്പോൾ തന്നെ സമയം 7 എനിക്ക് 9 മണിക്ക് ട്രെയിനിൽ പോകേണ്ടതല്ലേ? ഇങ്ങനെ ധൃതി കൂട്ടിയാൽ നല്ലതൊന്നും കിട്ടൂല സാർ. താൻ പോടും, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അങ്ങ് ദേഷ്യം വന്നാലോ? 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടുവരാം. ഒരുങ്ങി നിൽക്കണോട്ടാ. എടാ വാസുവേ, ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ട് വന്നാ. എന്താ ഏട്ടാ? ഒരു നല്ല പൈസക്കാരൻ 2 മണിക്കൂർ കാലത്തേക്ക് ഒരാളെ വേണം. എന്റെ കയ്യിലുള്ള ആളുകളെല്ലാം ബുക്കായിപ്പോയി. നിന്റെ കയ്യിൽ സ്റ്റോക്ക് വല്ലതും ഉണ്ടോ? ഇഷ്ടം പോലെ പൈസ കിട്ടും. കിട്ടുന്ന മുഴുവൻ നീ എടുത്തു. പൈസയുടെ കാര്യം പിടിയേട്ടാ, അത് നമുക്ക് 50-50. പക്ഷേ 1 മണിക്കൂർ സമയം തരാവൂ ചേട്ടാ. ഒരു പ്രാന്തൻ. എടാ, അയാൾ 9 മണിക്കുള്ള ട്രെയിനിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കൈ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ആ നിപ്പാണല്ലേ? എന്നാ ചേട്ടൻ പോയിക്കോ. 10 മിനിറ്റിനകം ഞാനൊരു ഉരുപ്പിടിയും കണ്ട് അങ്ങോട്ട് എത്തിയേക്കാം. റെഡിയല്ലേ? റെഡി. ശരി. ഈ ലോഡ്ജ് പുതിയതാണല്ലേ? ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞാനേ ഇവിടെ ഒരു റൂം സ്ഥിരമായിട്ട് അങ്ങ് എടുത്തിട്ടിരിക്കുക. എന്നാ ഒരു കാര്യം ചെയ്തോ, പിടിച്ചോ, വിളിച്ചോ. നീ കേറിപ്പോര്. എവിടെയാണ്? എന്താ, മണി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് സത്യമാണോ? സത്യമാണ്. പക്ഷേ അപമാനം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമല്ലടി മണി ആത്മഹത്യ ചെയ്തത്. മകളുടെ ഭാവി, അതൊന്നു മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അത് തകർന്നതാണ് ഇതിനെല്ലാം കാരണം. നടന്നു. അതിനുവേണ്ടി കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നില്ല. പോട്ടെ, ഒരു അസ്തമയത്തിന് ഒരു ഉദയം. മണിയുടെ ജീവിതം അസ്തമിച്ചു. അയാളുടെ കസ്റ്റമേഴ്സ് എല്ലാം നമുക്കായി. നമുക്കൊരു പ്രൊമോഷൻ.
അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അമ്മേ, അച്ഛൻ എന്താണ് ജോലി? എന്തിനാ അവിടെ വന്നത്? കടം വാങ്ങിച്ച 2000 രൂപയുടെ പലിശ വാങ്ങിക്കാൻ വന്നത്. പലിശ? എന്ത് വേണം? പലിശ പണമായിട്ട് വേണമെന്നില്ല. മനസ്സിലായില്ല. വല്ലപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ വരും. അപ്പോ ഒരു സ്ത്രീയോട് ഞാൻ ഇതുപോലെ യാചിച്ചു. പക്ഷേ നിന്റെ കാര്യത്തിൽ ഞാൻ ദുർബലനാണ്. എന്നെ ഉപദ്രവിക്കരുത്. എന്നും വന്ന് ഞാൻ ഉപദ്രവിക്കില്ല. മാസത്തിൽ ഒരിക്കൽ മാത്രം പലിശ തരണം. പുറത്ത് പോകാനാ പറഞ്ഞത്. ആഴ്ചയിൽ ഒരിക്കലാക്കാൻ മതി. എന്റെ വേല വെച്ചാൽ എന്നോടൊപ്പം ഉള്ളതുപോലെ നിനക്ക് സാധിക്കണ എത്തിലെ പറക്കുന്ന പട്ടി. നീ മനുഷ്യനെ അല്ലടാ. അതിപ്രസംഗമാണ് അല്ലേ ഇത് വിളിച്ച് നിന്റെ ഭർത്താവ് എന്ന് പറയുന്നതിനോട് അവന്റെ മുമ്പിൽ വെച്ച് നിന്നെ നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഗോപി എന്നാണ്. നീ മരിക്കണോ? ജോലിക്ക് വഴിപാട് കഴിച്ചു. ഒരു കുഞ്ഞിക്കാലും കാണാറായി. ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ കല്യാണം അല്ലേ? അതെ, കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ നമ്മുടെ കല്യാണം നടന്നിരിക്കണം. അല്ലെങ്കിൽ അതിനു മുൻപ് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ച് ആളുകൾ നിന്നെ വേദനിപ്പിക്കും. ഞാൻ അനുഭവിച്ച ദുരിതം എന്റെ കുഞ്ഞിന് വരരുത്. പിന്നെ നമ്മുടെ കല്യാണം രജിസ്റ്റർ ഓഫീസ് നടത്താം. ഇന്ന് തന്നെ പോയി ഒരു തീയതി നിശ്ചയിക്കാം. ആ, കല്യാണത്തിന് മുമ്പ് ഇതെങ്ങനെ ഉണ്ടായെന്ന് ഓഫീസർ ചോദിച്ച എങ്ങനെ ഉണ്ടായെന്ന് വിശദമായി പറഞ്ഞു കൊടുക്കണം. നാണമില്ലാത്തത്. പിന്നെ ഇതൊക്കെ അങ്ങനെ ചോദിക്കാൻ പോന്നെ? 15 ദിവസം കഴിയണം. ഇത് സാക്ഷികളാണോ? എന്നാ 18-ാം തീയതി എന്നെ നടത്തി കളയാം. എന്താ അല്ലേ? ഗോപി, ഈ വേശ്യയുമായിട്ടുള്ള ശപഥം നിറവേറ്റാൻ വന്നതാണ്. എന്താണെന്ന് അറിയില്ല. കണ്ടോ?
ഏതൊരു സ്ത്രീയും എന്നെ ഇത്രയധികം ആകർഷിക്കുന്നു. ഇങ്ങോട്ട് പാടി. ശൈലേട്ടാ! അയ്യോ! അയ്യോ! ശൈലേട്ടാ! അമ്മേ! എന്നെ വിട്! എന്നെ ഉപദ്രവിക്കില്ലേ? അയ്യോ! ശൈലേട്ടാ!